ഏറ്റവും ആദ്യം ഇറങ്ങി നിലയ്ക്കണത് ഏറ്റവും ആദ്യം ഇറങ്ങി ഏറ്റവും പഴക്കമുള്ളത് ഒരുപക്ഷെ ഇതായിരിക്കുന്നതാണ് ആർക്കിയോളജിക്കാർ പറയുന്നത്. ഈ കല്ല് വികാരം കൊള്ളുന്നവരുണ്ടാവരുത് കേട്ടോ. ഞാൻ പള്ളിയിൽ പോകാത്ത ആളാണ്, അത് വേറെ കാര്യം. ഇതാ കല്ലപ്പെട്ടി. ഇത് നാഗമാണിക്ക് ഇയാൾ ഇതിൽ കയ്യിലൊരു സാധനം ഇട്ടിക്കുക, അതൊരു മൂർഖനാണ്. അതിനെ പിടിച്ച ഇയാൾ കത്തിയോണ്ട് അത് തല ഇങ്ങനെ പൊളിക്കുക, എന്നിട്ട് ഇങ്ങനെ തോണ്ടിയിട്ട് അതിനെ പുറത്തേക്ക് ഇടും. അതൊരു നാഗമാണിക്കാണ്. നമസ്കാരം, ഫുഡ് ആൻഡ് ട്രാവൽ ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചിറ്റാട്ടുകരയിൽ എത്തി നിൽക്കുകയാണ്. ചിറ്റാട്ടുകരയിൽ സ്വന്തം വീട് തന്നെ ഒരു ആൻറ്റിക് ഷോപ്പാക്കി മാറ്റിയിട്ടുള്ള ആൻ്റണി ചിറ്റാട്ടുകര എന്ന് പറയുന്ന ആൻ്റണി മാസ്റ്റർ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ചരിത്ര പ്രാധാന്യമുള്ളതും ഒരുപാട് വർഷത്തെ എന്താണ് പറയുക പഴമയുള്ളതുമായിട്ടുള്ള ഒരുപാട് ഐറ്റംസിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ മാസ്റ്റർ വീട്ടിലുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് മാസ്റ്റർ പരിചയപ്പെടാം, മാസ്റ്റർ വീടിനകത്തെ കാഴ്ചകൾ കാണാം. നമസ്കാരം. അപ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ ആൻ്റണി മാഷാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ആൻ്റണി മാഷിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. പക്ഷെ നമ്മൾ വീട് കിടന്ന് അകത്തോട്ട് വരുമ്പോൾ തന്നെ അത് കുറച്ച് ഒരു ദീപസ്തംഭവും കുറച്ച് ബോൺസായി ചെടികളൊക്കെയാണ് കാണുന്നത്. മാഷ അറിയുന്നത് ഒരു ആൻറ്റി കളക്ടർ എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ ഈ ബോൺസായി മാഷും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് എങ്ങനെയാണ്? ഒരു തമാശയുള്ള കാര്യം. അതായത് എനിക്ക് ഞാൻ ഒരു ബോസ്റ്റിംഗ് നടത്തിയല്ല, പല വ്യക്തിത്വങ്ങളുണ്ട്. തൃശ്ശൂർ പലരും എന്നെ അറിയപ്പെടുന്നൊരു മനുഷ്യാവകാശ പ്രവർത്തകനായിട്ടാണ്. ഇതൊന്നും തമ്മിൽ ബന്ധമല്ല. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഫീൽഡ് ആൻറ്റി കളക്ഷനാണ്. പണ്ട് KM മാണിക്ക് 2 ഭാര്യമാരുണ്ടെന്നാ പറയാം. ഒന്ന് ശരിക്കുള്ള ഭാര്യ പണ്ടെങ്കിൽ കുഞ്ഞമ്മാൻ്റെ ഒരു പേരുണ്ട്, രണ്ടാമത് എന്ന് പറഞ്ഞ മാതിരി എനിക്ക് ഭാര്യമാരാണ് മതിയാണ്. ശരിക്കുള്ള ഭാര്യ മരിച്ചു. ഞാൻ ആ ഇന്ദിരേഖയുടെ കാര്യം പറഞ്ഞില്ലേ, അതിപ്പോ കാണാൻ താല്പര്യമുണ്ടോ? ഇതാണ് ഇന്ന് പ്രചാരത്തിൽ ഇന്ദിരേഖ. അത് ഒരുപാട് കോപ്പി ഇറങ്ങിയിട്ടുണ്ട്. അത് കെട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഇംഗ്ലണ്ടിൽ പോയത്. പക്ഷെ സാധനം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതാണ് ആ ഒറിജിനൽ സാധനം. ഇത് മലയാള മനോരമയുടെ പ്രിന്റ് അല്ലേ? മനോരമ ആ പഴയ സാധനം അതുപോലെ തന്നെ പ്രസിദ്ധീകരിച്ചതാണ്. അതായത് ഇവിടെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ പോയിട്ട് അതേ രീതിയിൽ മൈക്രോ ഫിലിം ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ അത് പുനഃ പ്രസിദ്ധീകരിച്ചു. ഇത് ഏത് വർഷത്തിൽ അവർ ഇറക്കിയത് മനോരമ? അത് ഒരു കൊല്ലായിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ എനിക്ക് കൊല്ലം കിട്ടും. ഈ സാധനം അന്വേഷിച്ചാണ് അവർ ഇംഗ്ലണ്ടിൽ പോയത്. പക്ഷെ സാധനം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതാണ് ഒറിജിനൽ സാധനം. ഇത് പഴയ മലയാളം ലിപിയും ഏറ്റവും ആദ്യം ഇറങ്ങി നിലയ്ക്കണത്. ഏറ്റവും ആദ്യം ഇറങ്ങി ഇതിനെ പിന്നെ പിൻവലിച്ച് കത്തിച്ചെന്നൊക്കെ പറഞ്ഞത്. പിന്നീട് ഇറങ്ങിയാണ് ഇന്ദുലേഖ. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ അന്വേഷിച്ചിട്ട് ബ്രിട്ടീഷ് ലൈബ്രറി പോയിട്ട് അതിൻ്റെ കോപ്പി എടുത്തത്. പക്ഷേ അവരന്വേഷിക്കുന്നവർ ഞാൻ അറിഞ്ഞില്ല, എൻ്റെ ഉള്ളവർ അവരറിഞ്ഞില്ല. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇത് അന്ന് ഇറങ്ങിയ കോപ്പീൻ്റെ പ്രകടനം. പക്ഷേ ഇതിൽ ഈ സ്പെക്ടർ അച്ചുകൂടത്തിൽ അച്ചടിച്ചത് എഴുതിയില്ല. അതെന്താ സാധനം? ആ ചൂടത്തിൻ്റെ വരുന്നത് ആ പ്രസിൻ്റെ പേര്. ആദ്യകാലത്തെ പുസ്തകങ്ങൾ വരുമ്പോൾ അങ്ങനെ അടിക്കാറുള്ളത്. ഈ സ്പെക്ടർ എന്ന് പറയുന്നത് ആ പ്രസിന്റെ പേര്. അതുപോലെ പഴയ പുസ്തകങ്ങൾ വിചാരി കാണാം. ഗ്രന്ഥകർത്താവിൻ്റെ മുദ്രയില്ലാത്ത പുസ്തകങ്ങൾ വ്യാജ നിർമ്മിതമാണെന്ന് ചിലപ്പോൾ പഴയ പുസ്തകങ്ങൾ കാണണ്ട. ഇല്ല, ചില പഴയ പുസ്തകങ്ങൾ കാണാം. അതുപോലെ ഇപ്പോൾ വള്ളത്തോളിൻ്റെ പേരാണ് വള്ളത്തോളിൻ്റെ ഒരു സീരിയൽ തന്നെ. ഇത് 1889 അല്ലേ? അതെ അതെ. അപ്പോൾ ഒരു 130 കൊല്ലം പഴക്കമുണ്ട്. ഇതാണ് ഈ സാധനം. ഇത് ഇങ്ങനെ തന്നെയാണ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഇതേ രീതിയിലാന്ന് നോക്കിയ പേജുകളൊക്കെ കാണാം. എന്നിട്ട് അത് പുതിയൊരു കവറിങ് കൊടുത്തു. ഇതിപ്പോൾ ഉള്ളവർക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന മലയാളം തന്നെ. അതെ. പക്ഷെ അതേ സമയത്ത് ആ ചോദ്യം ഉണ്ടല്ലോ, അത് കൃത്യമായിട്ടുള്ള ചോദ്യമാണ്. അതായത് ഈ ആദ്യത്തെ അച്ചടിച്ച പുസ്തകം ഞാൻ പറഞ്ഞില്ല, സംക്ഷേപ യഥാർത്ഥം, അതിൽ 2 ബുദ്ധിമുട്ടുണ്ട്. ഒന്ന്, ഇത് ആദ്യത്തെ ഇന്ദുലേഖ എന്ന് പറയുന്നത്.
അതിലും മലയാളം നമുക്ക് ഇന്ന് മനസ്സിലാവുന്ന മലയാളമല്ല. അതുപോലെ ലിപികൾക്ക് വളരെ വ്യത്യാസമുണ്ട്. എന്നാൽ ലിപിയൊക്കെ നല്ല നല്ല ഭംഗിയുള്ള ലിപികളുണ്ട്. ആദ്യത്തെ കൈയോട്ട് കുത്തിയുണ്ടാക്കുന്ന ഒരു ഇല്ല ഇല്ല. അതുപോലെ ആദ്യകാലത്തെ പ്രിന്റിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഓരോ പേജ് ഒന്നിച്ച് കുത്തിയുണ്ടാക്കുക ചെയ്യാം. ഒരുമിച്ച് ഒരു അച്ചിൽ വെച്ചിട്ട് പിന്നെ അത് സീല് മാതിരി. സീൽ എങ്ങനെയാന്ന് വെച്ചാല് അതിന്റെ അക്ഷരങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. ഒരു പുസ്തകം അടിക്കണമെങ്കിൽ ആ പേജിലുള്ള മാറ്റർ അങ്ങനെ തന്നെ കൈകൊണ്ട് കുത്തിയുണ്ടാക്കുക ചെയ്യാം. എന്നിട്ട് സീൽ അടിക്കുന്ന മാതിരി അടിക്കുക. ഇത് 3-1 അല്ല, ഇത് മറ്റേ അരി ഗ്രൈൻഡിങ് സ്റ്റോൺ. അതായത് പണ്ട് കാലത്ത് ധാന്യം പൊടിക്കാൻ ഉപയോഗിച്ചിരുന്ന സാധനമാണ്. അപ്പൊ അതിന്റെ രീതി എങ്ങനെയാന്ന് വെച്ചാലേ ഇത് ഏകദേശം ശരിയാ. അവിടെ ഒരു കമ്പി കണ്ടില്ലേ? ഇതൊരു നടുക്കിലൊരു കുറ്റി ഉണ്ടാവും. ഈ മുകളിലുള്ള സാധനം ഊരാൻ പറ്റും. ഈ നടുക്കിലൊരു കുറ്റീന്റെ ബുദ്ധിയൊക്കെ ഉണ്ടാവും. ഈ നടുക്കിലൊരു കുഴി കാണുന്നില്ലേ? ആ കുഴിയിലാണ് പൊടിക്കാനുള്ള ധാന്യം ഇടുക. ഉഴുന്നോ അരിയോ എന്താ വെച്ചാൽ അതിടുക. എന്നിട്ട് അതിങ്ങനെ തിരിക്കുക. ഇപ്പം ഈ അടിയിലുള്ള കല്ലടക്കം ഒരു വട്ടോറത്തിൽ അല്ലെങ്കിൽ ഒരു വെച്ച് വെച്ച കടലാസിൽ എന്തെങ്കിലും ഒരു സാധനത്തിന് വീതി വെച്ചിട്ടുണ്ടാവും. അതിങ്ങനെ തിരിക്കുമ്പോൾ അതിങ്ങനെ തകർന്ന വാരി പുറത്തേക്ക് വീഴാൻ തുടങ്ങും. ഗ്രൈൻഡിങ് സ്റ്റോൺ എന്ന് ഇംഗ്ലീഷിൽ പറയും. മലയാളത്തിൽ പറയുന്നത് തിരികല്ലെന്നാണ് ഇതിന് പറയുന്നത്. ഏറ്റവും പഴക്കമുള്ളത് ഒരുപക്ഷെ ഇതായിരിക്കുന്നതാണ് ആർക്കിയോളജിക്കാർ പറയുന്നത്. ഈ കല്ല്, ആ കല്ലിൽ കാണിച്ചിരിക്കുന്ന ഫിഗർ എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയില്ല. ഏകദേശം എത്ര പഴക്കമുണ്ടാവും? ഇതിന് അവർ പറഞ്ഞുള്ള ഒരു 5000-നും 6000-നും ഇടയിൽ പഴക്കമുണ്ടാവുന്ന ഈ ഒരു കല്ല്. പക്ഷേ ഈ തൂക്കുളത്തിന് എന്തെങ്കിലും ഇതിനൊരു പ്രത്യേകത ഇല്ല. അതൊരു പഴയ മോഡൽ വിളക്കാൻ മാത്രം. ഇതിൽ എണ്ണ എത്തിക്കും. ഈ ചങ്ങല ഉണ്ടല്ലോ, ഈ ചങ്ങല ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ആ ചങ്ങല വാർപ്പ് ചങ്ങല എന്നാണ് പറയാം. ഇന്ന് അങ്ങനത്തെ ചങ്ങല കിട്ടാനില്ല. ഇന്ന് നമ്മൾ ഒറ്റനോട്ടത്തിൽ ഇതേപോലത്തെ ചങ്ങല എന്ന് പറയുന്ന സാധനം ഇന്ന് പിടിയിൽ പിടിക്കാൻ കിട്ടും. അത് മൊറാദാബാദ് എന്ന് വരുന്നത്. ഈ മൊറാദാബാദ് എന്നുള്ള സ്ഥലം കേട്ടിട്ടുണ്ടോ? മൊറാദാബാദ് നമ്മുടെ പ്രിയങ്ക ഗാന്ധി ഇല്ലേ? പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിനെ അറിയില്ലേ? റോബർട്ട് വെദേര ഈ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. മൊറാദാബാദിൽ ഈ ഊടിൻ്റെ ഈ വക കൗതുക വസ്തുക്കളുണ്ടെങ്കിൽ വിദേശ ഭയങ്കര ഡിമാൻഡാന്ന് പറയും. അപ്പോൾ മൊറാദാബാദിൽ ഇങ്ങനെ ഈ തരം ചങ്ങല വരുന്നുണ്ട്. അത് തന്നെ. അത് സൂക്ഷിച്ച് നോക്കിയാലേ ആ ചങ്ങല ഈ ചങ്ങല നമ്മൾ വ്യത്യാസങ്ങൾ. ഇതിൽ ഓരോ കണ്ണി ഉണ്ടല്ലോ, ആ കണ്ണി എങ്ങനെയാ അതിന്റെ ജോയിന്റ് നിന്ന് കാണാൻ പറ്റില്ല. അത് ഒന്നിച്ച് വാർത്തള്ളാന്ന് പറയണം. പറഞ്ഞ മനസ്സിലായോ? ഇപ്പൊ വരുന്ന അങ്ങനെയല്ല. കണ്ണി ഇങ്ങനെ ഒരു പഴുത് അതിൻ്റെ തന്നെ കടത്തില്ല. ഒരു പീസ് വേറെ കടത്തില്ല. അതാണ് ഇപ്പഴ വരുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ ഈ ചങ്ങല വരി തോന്നും. ഇതിന് വാർപ്പ് ചങ്ങല എന്നാ പറയാം. അതായത് ഒന്നിച്ച് വാർത്തുണ്ടാക്കിയ. അതെ അതെ അതെ. ബൈബിളിനെ പറഞ്ഞില്ല. ഈ ഇരിക്കുന്ന വിളക്കുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത പറയാം. അതില് മൊത്തത്തിലൊക്കെ പഴക്കമുള്ളത് തന്നെ. ഈ ഒരു വട്ടം ഇതിന് പ്രത്യേകതയുണ്ട്. ഈ തിരി കത്തിക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, അതിന് തിരിപ്പഴുതെന്നാ പറയാം. തിരിപ്പഴുത് ചിലതിന് തിരിപ്പഴുതുണ്ടാവില്ല. ഇതിന് 5 തിരിപ്പഴുതുണ്ട്. പക്ഷെ ഇതിന് പുറമെ ഇവിടെയും തിരി കത്തിക്കാൻ പറ്റും. ആ ഒരു മകടന്മാര് സാധനം കാണുന്നില്ലേ, അത് ഊരെടുത്ത് കഴിഞ്ഞാൽ അതിൽ തിരിയിട്ട് അത് കത്തിക്കാം. ഇത് പണ്ട് രാജകുടുംബങ്ങളുടെ റോയൽ ഫാമിലികൾ ഉപയോഗിച്ചിരുന്നതാണ്. അതിൻ്റെ ഡെക്കറേഷനൊക്കെ കണ്ടല്ലേ. ഇതിപ്പോൾ കൊളംബിയയുടെ ഒരു വീട്ടിലും കാണാല്ലേ. ഇത് മറ്റേ ആനയുടെ കഴുത്തിൽ കെട്ടി നോക്കുന്നതാണ്. ആന ചെരിയുമ്പോൾ ഇത് പാപ്പാനുള്ളതാണ്. പാപ്പാനത് പിടിയിൽ കൊണ്ടുവന്നിടത്ത് കിട്ടി കാശ് പിടിക്കുന്നു. ആനയുടെ കഴുത്തിൻ്റെ ലോഹരി എടുക്കുന്നുണ്ടാവും. ആ സഞ്ചിയിലെ പഴയ നാണയങ്ങളാണ് കേട്ടോ. അത് തന്നെ തുറന്നു നോക്കാൻ വേണ്ടി. തുറന്നോട്ടെ. ആ കിട്ടിയിട്ടില്ല. ഇല്ല ഇല്ല. തുറക്കാൻ പോയിട്ടാന്ന് നീ കേട്ടോ. കാണാൻ വേണ്ടി.
ക്ലോക്കുകളൊക്കെ മെക്കാനിക്കൽ ക്ലോക്കുകളാണ്, അതായത് വൈൻഡ് ചെയ്യുന്ന ക്ലോക്കുകളാണ്. മറ്റേ കീ കൊടുത്തിട്ട്. അതെ. ഇതിൽ ഓരോ ക്ലോക്കിനും പ്രത്യേകത ഉണ്ട്. അത് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് പോകാൻ പറ്റില്ല. പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണം പറയാം. ആ ഓട്ടത്തിലുള്ള ക്ലോക്കില്ലേ, പെൻഡുലം ഇല്ലാത്തതാ. അത് പെൻഡിലുണ്ട്, അതിന് പെൻഡിലല്ല. പക്ഷെ ഓട്ടത്തിലുള്ള ക്ലോക്കുകൾക്കൊക്കെ പെൻഡിലുണ്ട്, അതിന്റെ ഉള്ളിലായിരിക്കും. ആ ക്ലോക്കിന് പെൻഡിലില്ല, രണ്ടാമത്തെ ക്ലോക്കിന്. ഒന്നാമത്തേനുണ്ട്. ഓട്ടത്തിലുള്ള ക്ലോക്കുകളോട് വേറെ ട്രെയിനും കാണും, അതിനൊക്കെ പെൻഡിലുണ്ട്. ഈ രണ്ടാമത്തെ ക്ലോക്കിന് പെൻഡിലില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാല് ഈ പെൻഡിലുള്ള ക്ലോക്കിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല. പെൻഡിലുള്ള ക്ലോക്കിനെ അതിന്റെ പെർപെൻഡിക്കുലാരിറ്റി വളരെ പ്രധാനമാണ്. അതായത് അത് ചുമരുമനെ കൊളുത്തിട്ടിട്ട് ഒരു പ്ലം ലൈറ്റ്, ഒരു വെയിറ്റ് തൂക്കിയിട്ടുള്ള ഒരു ചരടിൽ വെച്ച് അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ സൈഡ് പിടിച്ച് നോക്കും. പ്ലം ലൈൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ആ ലൈനിൽ കൃത്യമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ആ ലൈനിൽ ഇത് വെച്ച് കഴിഞ്ഞിട്ട് അവിടെ ചുമരുമൻ പരിശ്രമത്തിൽ കണ്ട് വരാനിരിക്കും. അപ്പോൾ എപ്പോഴെങ്കിലും വൈറ്റ് ചെയ്യുമ്പോൾ ലേശം കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും തന്നെ പഴയ ലൈനിൽ വിട്ടു, ഈ പ്ലം ലൈൻ എപ്പോഴും പിടിക്കാതെ. ഇതിന് പൊടി ചെറിയ ചുമരെ ക്ലോക്ക് നടക്കില്ല. മാസ്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ഇത് വളരെ പ്രധാനം, അതിൻ്റെ പെർപെൻഡിക്കുലാരിറ്റി. അത് ഇങ്ങനെ പെർപെൻഡിക്കുലാരിറ്റി മുമ്പിലേക്കും പിന്നിലേക്കും അങ്ങനെ തന്നെയാണ്. മുമ്പിലേക്കും പിന്നിലേക്കും ഡാഷ് നീങ്ങി കഴിഞ്ഞാലും, അതായത് ക്ഷണം കുറച്ചിട്ട് ക്ലോക്കിൻ്റെ അടിയിൽ എന്തെങ്കിലും വേണ്ടിയിട്ട് ഇങ്ങനെ മുമ്പിലേക്ക് ഒന്നിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കില്ല. അത് പോയിട്ട് ഇപ്പോൾ വരുന്ന ക്ലോക്കുകൾ എങ്ങനെയാണോ വയ്ക്കാം, ബാറ്ററി അല്ലേ, തലയിലും ഒട്ടമിച്ചിലൊക്കെ നടക്കും. കപ്പലിൽ ഈ പെൻഡിലുള്ള ക്ലോക്കിൻ്റെ പെർപെൻഡിക്കുലാരിറ്റി ഒരിക്കലും ശരിയാവില്ല, കാരണം കപ്പലെപ്പോഴും ഇളകിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് കപ്പലിൽ ജീവിക്കുന്ന ക്ലോക്കുകൾ അതിന്
ഇത് ഡബിൾ മാൻറ്റില്. അതിൽ കത്തുന്ന ഭാഗം താഴത്തുള്ളതാണ്. ഇത് രണ്ടാമത് ഇവിടെയാണ് കത്തുന്ന ഭാഗം, അത് സിംഗിള്, ഇത് ഡബിള്. മുകളിലുള്ളത് മണ്ണെണ്ണ ഒഴിക്കാനുള്ളത്. അപ്പൊ ഇത് ഗ്രാവിറ്റേഷൻ പുള്ളിൽ സാധനം തളത്തേക്ക് വരും. പിന്നീടാണ് പിന്നീട് കാണുന്ന പെട്രോമാക്സ് വന്നത് ചെറുത്. ഈ നാലെണ്ണം ഒരു സെറ്റായിട്ട് വരുന്നതാ. അത് ഈയം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കരിയം ഈയം കൊണ്ട് ഉണ്ടാക്കുന്ന മാത്രമേ അതിന്റെ വിധി. അത് ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഉണ്ടാക്കിയതിന്റെ ഉദ്ദേശം എന്താ വെച്ചാല്, പണ്ട് കൊട്ടാരങ്ങളിൽ പണിത് കഴിഞ്ഞാൽ അതിന്റെ 4 മൂലയ്ക്കിലും മണ്ണിലേക്ക് കുഴിച്ചിട്ടാണ് പറഞ്ഞത്, മുഖം പുറത്തേക്കായിട്ട്. അപ്പോൾ അതിന്റെ വിശ്വാസം പിന്നെ ആ കൊട്ടാരത്തിലേക്ക് ഭൂതപ്രേതാദികൾ അഴജന്തുക്കളൊന്നും വരില്ല എന്നായിരുന്നു. അതുകൊണ്ട് അത് ഈയം കൊണ്ട് ഉണ്ടാക്കുന്നതായിരുന്നു വിധി. ഇത് ശക്തൻ തമ്പുരാൻ തൃശ്ശൂരിൽ കൃഷ്ണപ്പള്ളിക്ക് സമ്മാനിച്ചിട്ടുള്ള വിളക്കാണ്. ഇതേ വിളക്ക് ഒരു വള്ളി വ്യത്യാസമില്ലാത്ത ഒന്ന് കൊടുങ്ങല്ലൂരിൽ ചേരമാൻ ജുമാവർഷത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഹെവിയാണല്ലോ. അതെ, എൻ്റെ സാറിന് വാളിൻ്റെ പിടുത്തം മതിയല്ല. ഈ പീരങ്കിക്ക് എന്ത് കനുണ്ടാവും? അതിന് വേണമെങ്കിൽ ഒരു 30 കിലോൻ്റെ മീതി ഉണ്ടാവും. അത് ചൈനയിൽ മിങ് ഡൈനാസ്റ്റി കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള നാളെ ഈ നാളെന്ന്. അതിന് ബ്ലൂ പോട്ടറി എന്ന് പറയും. ബ്ലൂ പോട്ടറി അല്ലേ? അതെ. അത് സാധാ അടുക്കള ആവശ്യങ്ങൾക്കുള്ളതാണോ അതോ വേറെ? അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ അത് പറഞ്ഞതൊക്കെ പറയില്ലേ. പക്ഷെ അപ്പൊ അത് എന്തുകൊണ്ടാണ് അത്രയും വില പഴക്കമാണ് അതിൻ്റെ പ്രാധാന്യം.
വിഷജീവികൾ. വളരെ ചെറിയൊരു ജീവി, പക്ഷെ കടിച്ചാൽ ആൾ ചാവുകയാണ്. അപ്പോൾ അതുകൊണ്ടിപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയൊരു ചട്ടമ്പിയുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ അയാളോട് ഏറ്റുമുട്ടാൻ പറ്റില്ലെങ്കിൽ പിന്നെ അയാളെ നമ്മൾ കണ്ട് ബഹുമാനിക്കുകയും ചെയ്യുക. അയാൾ കണ്ട് അതൊക്കെ ബഹുമാനം കാണിച്ച് അത് ചൊറിഞ്ഞ്. അതുപോലെ പാമ്പിനെ ആരാധിക്കാൻ തുടങ്ങി. ഈ പഞ്ചഭൂതർക്ക് ആരാധിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ്, പ്രകൃതി ശക്തിയിൽ ആരാധിക്കാൻ തുടങ്ങി. അപ്പോൾ പാമ്പുകളെ ആരാധിക്കുന്നതിൻ്റെ ഭാഗമായി പാമ്പുകളായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ടായി. ആ അന്ധവിശ്വാസങ്ങളിൽപ്പെട്ട ഒന്നാണ് നാഗമാണിക്യം. നാഗമാണിക്യത്തെക്കുറിച്ച് പല രീതിയിൽ പറഞ്ഞത്, നാഗമാണിക്യം നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഉണ്ട്. കേരളം വിട്ട് കഴിഞ്ഞാൽ പണ്ട് തന്നെ നാഗമണി എന്നാണ് പറയുന്നത്. നാഗമണി, നമ്മൾ നാഗമാണിക്യം എന്ന് പറയുന്നത്. ഒരു സർപ്പത്തിനും ഇങ്ങനെ ഒരു കല്ലുണ്ടാക്കാനുള്ള കഴിവില്ല. അവർ അതിനെക്കുറിച്ച് പല തിയറികളുണ്ട്. അവർ പറയുന്നത്, ചില പറയുന്നത് സർപ്പത്തിന് വയസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ കയ്യിൽ സ്ട്രോക്കുള്ള വിഷം അത് ഊതി 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 മാണിക്കാക്കി മാറ്റണം. അതിനെക്കുറിച്ച് വളരെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരടക്കം വളരെ അധികാരമുണ്ട്, വളരെ ശക്തിയിലായി ബാധിക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ നാഗമാണിക്ക് കിട്ടുന്ന രീതി, സർപ്പം പിന്നെ ചന്ദ്രനെ ആരാധിക്കുന്ന ജീവിയാണ്. അപ്പോൾ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു വരണം കാണുമ്പോൾ സർപ്പം ഈ മാണിക്യം വായ നിർത്തി താഴ്ത്തി വെച്ചിട്ട് ഈ ചന്ദ്രദേവനെ ആരാധിക്കുന്ന കഥ അവരുടെ വിശ്വാസം അത് പ്രചരിപ്പിക്കുന്ന തന്നെയാണ്. അതിനെക്കുറിച്ചുള്ള ഐതിഹ്യം. അപ്പോൾ ആദിവാസികൾ ആ വഴിക്ക് അങ്ങനെ പോകുമ്പോൾ വലിയ പ്രകാശം കാണുമ്പോൾ നോക്കുമ്പോൾ മാണിക്കോട്ടിരിക്കും. സർപ്പം ആരാധനയാണ് ചന്ദ്രദേവൻ നോക്കിയിട്ട്. അപ്പോൾ ഒരു പതുക്കെ ഈ ചന്ദ്രനെ അറിയാതെ ചാണം കൊണ്ടുവന്നിട്ട് ഇത് നോക്കും ഈ മാണിക്കല്ലിൽ. അങ്ങനെ അവർ മാറി നിൽക്കും. അങ്ങനെ ചന്ദ്രൻ ഇങ്ങനെ വന്ന് അസ്തമിച്ച് കഴിഞ്ഞാൽ ഈ ആരാധന നിന്നിട്ട് ഈ സർപ്പം ആരാധന പുറത്ത് വന്ന് മാണിക്കെടുത്ത് പോകുന്ന നോക്കുമ്പോൾ മാണിക്ക് കാണാനില്ല. അപ്പോൾ സർപ്പം നിരാശ കൊണ്ട് തലതെറ്റി ചടങ്ങാണ്. അപ്പോൾ ആദിവാസി കൊണ്ട് ആ ചാണത്തിൽ നിന്ന് മാണിക്കുന്നത്. അങ്ങനെയാണ് നാഗമാണിക്ക് കിട്ടുന്നതെന്ന് ഒരു കഥ. വേറെ കഥ പറയുന്നത്, സർപ്പത്തിന് വാർദ്ധക്യമാകുമ്പോൾ സർപ്പത്തിന് ഇര പിടിക്കാനുള്ള കഴിവില്ലാതെയാവും. ഈ മാണിക്കും അത് പുറത്ത് വയ്ക്കും. ഇര പിടിക്കാനുള്ള കഴിവിന് പോയി, വയസ്സായില്ല. അപ്പോൾ ഈ ഇതിൻ്റെ പ്രകാശം കൊണ്ട് പ്രാണികൾ അതിന് വന്നു പോകും. പ്രാണികൾ അത് പൊതിഞ്ഞു കഴിയുമ്പോൾ ആ പ്രാണികളെ പിടിച്ച് തിന്നതാണ്. അതിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കണം. ഇങ്ങനെ പല കഥകളും യൂട്യൂബിൽ കണ്ടിട്ട് കാണിക്കുന്നത്. ആന്ധ്രയിൽ ഈ ആഴ്ചച്ചന്തകളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ അത് പോയി. ആന്ധ്രയിലൊക്കെ ഇപ്പോൾ ഉദ്ദേശം ആഴ്ചയൊക്കെ ഈ ആഴ്ചച്ചന്ത നടക്കുന്നിടത്ത് ഒരു ആദിവാസി നമ്മുടെ നാട്ടിൽ മീൻ പിടിച്ചിട്ട് ഒരു തരം കൂടയിൽ കൊണ്ടിട്ടില്ല. ഈ കുളത്തിനും പുഴയും കടന്നു വരുന്നതല്ല, അതുപോലെ ഒരു കൂട കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇയാൾ അവിടെ ഇരിക്കുന്നുണ്ട്. അടുത്ത ആൾക്കാർ ഇങ്ങനെ ഏകദേശം വരിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇയാൾ ഇതിൽ കഴിഞ്ഞിട്ടൊരു സാധനം ഇട്ടിക്കുക. അതൊരു മൂർഖനാണ്. അതിനെ പിടിച്ച ഇയാൾ കത്തിക്കൊണ്ട് അതിൻ്റെ തല ഇങ്ങനെ പൊളിക്കുക. എന്നിട്ട് ഇങ്ങനെ തോണ്ടിയിട്ട് അതിനെ പുറത്തേക്ക്. അതൊരു നാഗമാണിക്ക. അതിന് 500 രൂപ വരാം. അപ്പോൾ അതിൽ ആദ്യം നിൽക്കുന്ന ആൾ അത് മേടിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. അത് മേടിച്ച് 500 രൂപ കൊടുക്കും. അപ്പോൾ ഈ പാമ്പിന് പൊടി കത്തും. രണ്ടാമത് എടുക്കും. ഒരു മീൻ എടുക്കുന്ന പോലെ ഈ ആദിവാസി എടുക്കണം. അത് യൂട്യൂബിൽ കാണാം. ഇതൊക്കെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയുള്ള രീതികളാണ്. നമ്മുടെ നാട്ടിൽ ഈ നമ്മുടെ ഒരു ജോളിയുടെ കേസില്ലേ, സൈനൈഡ് കൊടുത്ത ആളുകളുണ്ട്. ആ കേസ് അന്വേഷിച്ചൊരു ജോർജ് ജോസഫ് ഉണ്ട്, റിട്ടയർഡ് SP. അയാളുടെ സർവീസ് സ്റ്റോറി ഈ യൂട്യൂബിലൊക്കെ വരുന്നുണ്ട്. അതിൽ ഒരു നാഗമാണിക്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് ഒരു ഭയങ്കര തട്ടിപ്പിൻ്റെ ഭാഗമാണ്. അതപ്പോൾ ഈ നാഗമാണിക്യം കിട്ടിയ എന്താ പ്രയോജനം? ഐശ്വര്യം വരുന്നവരാണ്. ഐശ്വര്യം വരുന്ന പറഞ്ഞാൽ സമ്പത്ത് വരും. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ആലോചിച്ചാൽ അറിയാം, ഈ സമ്പത്ത് വരുന്ന ഈ സാധനം ഈ ആളത് ആദിവാസിയെ വിൽക്കേണ്ട ആവശ്യമുണ്ടോ? അയാൾക്ക് സമ്പത്ത് വരില്ല. അത് ചിന്തിക്കാനുള്ള ക്ഷമ അവർക്കില്ല. അപ്പോൾ അത് മേടിക്കാനാണ് ഈ പോകുന്നത്. അതിൽ പല രീതിയിൽ തട്ടിപ്പുണ്ട്. ഈ ജോർജ് ജോസഫ് പറഞ്ഞൊരു തട്ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ പാതിരാത്രി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടപെടലുകൾ മുഴുവൻ. അത് മനുഷ്യതാമസമുള്ള സ്ഥലത്ത് ഇതുണ്ടാവില്ല. ഇവർ ഇതിൻ്റെ ആൾക്കാരുടെ പറഞ്ഞ് വില നിശ്ചയിച്ച് കഴിഞ്ഞാൽ ഇവരെ കൊണ്ട് പോയിട്ട് കാടിൻ്റെ പുറത്ത് കാറ് നിർത്തി കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 മണിക്കൂർ കാട്ടിനുള്ളിൽ കൂടെ നടക്കും. അങ്ങനെ നടന്ന് ചെന്ന് കഴിഞ്ഞാൽ ഒരു ആദിവാസി മൂപ്പൻ്റെ കുടിൽ വന്നു. അതിൻ്റെ ഉള്ളിൽ നാഗമാണിക്ക് പോകും. അങ്ങനെ അവർ ചെന്ന് കഴിഞ്ഞാൽ അയാൾ പെട്ടി വന്നു. അപ്പം ഈ വേറെ അത് പറഞ്ഞാൽ അപ്പം വേറെ. അങ്ങനെ ഒരു 34 പെട്ടി തുറന്നു കഴിഞ്ഞാൽ ഇന്നത്തെ പെട്ടി തുറക്കലും അടയ്ക്കണം. ഇതിൽ പെട്ടെന്ന് പ്രകാശം കൊണ്ടുവരും. അപ്പോൾ അവർ പറയുന്നത് പ്രകാശം പോകുന്തോറും ഈ മാണിക്യത്തിൻ്റെ പവർ കുറഞ്ഞു കൊണ്ടുവരും. അവിടെ പ്രകാശം അധികം പുറത്ത് കൊണ്ടുപോകില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കണ്ണം ചെയ്യുന്നൊരു പ്രകാശം വരെ തോന്നും. അപ്പോൾ തന്നെ അടച്ചു. പിന്നെ അതിൻ്റെ വില കുറഞ്ഞ് ഈ സാധനം കൊടുക്കും. ഈ സാധനം LED ബൾബാണ്. അത് വീട്ടിൽ ചെല്ലുമ്പോൾ മനസ്സിലാവുള്ളൂ. അതൊരു തട്ടിപ്പ്.
രണ്ടാമത്തെ ടിപ്പ് ഇതിന് പറഞ്ഞുറപ്പിച്ചുള്ള ലക്ഷങ്ങളുണ്ടാവും, ഇതിന് കോടികൾ. ആ കാശൊക്കെ വരുമ്പോൾ വരുന്ന വഴിക്കൊക്കെ തടഞ്ഞിട്ടില്ല, കാശ് കൊടുത്തിട്ട് അടിച്ചു പിടിക്കുക. അങ്ങനെ ഈ സർപ്പത്തിന് ഇങ്ങനെ മാണിക്കുണ്ടാക്കാൻ കഴിയില്ല. സർപ്പത്തിന് ജീവിക്കും, സാധാരണ ജീവിക്കും. മാഷിനപ്പോൾ ഈ ടിപ്പു സുൽത്താന്റെ ഒരു പീരങ്കി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടല്ലോ, എങ്ങനെ എവിടുന്ന കിട്ടിയത്? അതെനിക്ക് കിട്ടുന്ന ഒരു ആക്രി കടയാണ്. അതാണ് ഏറ്റവും വലിയ തമാശ. അവർ പഴയ ഇരുമ്പിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പഴയ ഇരുമ്പിൻ്റെ വരയ്ക്ക് എനിക്ക് തന്നെ. അവർക്ക് അതിൻ്റെ പ്രാധാന്യം അറിയില്ല. എനിക്ക് കണ്ടാൽ മനസ്സിലായി അതിൻ്റെ ടേസ്റ്റും അത്. അപ്പോൾ നമ്മളത് പ്രത്യേകതയുള്ള സാധനമാണ്. അതിന് പിന്നെ ഈ പറഞ്ഞ മാതിരി അത് വലിയ വിലയുള്ള സാധനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർ റേറ്റ് മാറ്റും, അവരുടെ രീതി മാറ്റും. എന്നാൽ ചിലപ്പോൾ അത് വിൽക്കില്ല. അപ്പോൾ നമ്മൾ പഴയ ഇരുമ്പ് തുരുപിടിച്ചൊരു ഇരുമ്പ് എന്നുള്ള എനിക്ക് ഇരുമ്പിൻ്റെ വരയ്ക്ക് തൂക്കത്തിന് എനിക്ക് തന്നവരത്. ഈ പീരങ്കി കണ്ടുപിടിച്ച ടിപ്പു സുൽത്താനാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാസ ഉണ്ടല്ലോ, അമേരിക്കയിലെ ഈ സ്പേസ് ഏജൻസി, അവരുടെ ഓഫീസിൽ ഫ്രണ്ട് റൂമിൽ ടിപ്പു സുൽത്താൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടുള്ള റൂം. അപ്പോൾ ഇന്ന് കാണുന്ന ഈ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ റോക്കറ്റ് സാധനങ്ങളൊക്കെ, അതിൻ്റെയൊക്കെ മുൻഗാമി ഈ പീരങ്കിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ആദ്യം കണ്ടുപിടിച്ച ആൾ ടിപ്പു സുൽത്താൻ. അത് വല്ല ജോലിക്കാരും സയൻറ്റിസ്റ്റൊക്കെ ആവുമ്പോൾ ടിപ്പിൻ്റെ പേരാണെന്ന് അറിയപ്പെടുന്നത്. അതിൽ ഉപയോഗിച്ചിരുന്നത് 3 തരം ഉണ്ടായിരുന്നു. കരിങ്കലിൻ്റെ ഉണ്ടയുണ്ട്, ഇരുമ്പിൻ്റെ ഉണ്ട്, പിച്ചളടിയുണ്ട്. ഇവിടെ അടുത്ത് തേങ്കണ്ടിയൂർ എന്നുള്ള സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തേങ്കണ്ടിയൂർ, അത് കടവിൻ്റെ അപ്പുറത്ത്. ചേറ്റുവേലൊരു കോട്ടയുണ്ട്, കേട്ടിട്ടുണ്ടാകും. ചേറ്റുവ കോട്ടയുണ്ട്. ഇപ്പോൾ പുരാവസ്തു അത് ഏറ്റെടുത്ത് പുനരുദ്ധരിക്കാൻ പോകുന്നുണ്ട്. ചേറ്റുവ കോട്ട എന്ന് തന്നെ പറയും. അപ്പോൾ അവിടെ നിന്ന് ഒരു പക്ഷേ യുദ്ധത്തിന് ഉപയോഗിച്ചാൽ പ്രാക്ടീസിന് ഉപയോഗിച്ചാവും. ഈ കണ്ടശാങ്ങളുടെ ഫണ്ട് ഇതൊരു 10-25 കൊല്ലം മുമ്പ് വരെ പറമ്പ് കളിക്കുമ്പോൾ ഈ പീരങ്കിലും ഉണ്ട കിട്ടിയെന്ന് പറഞ്ഞു. ഒന്നര കരിങ്കലിൻ്റെ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ അങ്ങനെ പിക്ചറാണ്. അപ്പോൾ അത് ഈ പീരങ്കിയുടെ ഉണ്ടായിരുന്നു. ഈ അന്ന് ഉപയോഗിച്ചിരുന്ന പീരങ്കിക്ക് കൃത്യമായിട്ടൊരു എയിം ഉദ്ദേശിച്ച് അവിടെ കൃത്യമായിട്ട് കൊള്ളിക്കാനുള്ള പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഈ ബോഫേഴ്സൊക്കെ അതിന് ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. ബോഫേഴ്സ് 400 കിലോമീറ്റർ അകലെയുള്ള ഇന്ന പോയിട്ട് എത്തുന്നവരെ തിരിച്ചെടുക്കുന്നതാണ് എനിക്ക് ഇന്നത്തെ രീതി. പക്ഷെ അതിൻ്റെയൊക്കെ ആരംഭം കൂടിയാണ്. ഏത് കാലത്തിൻ്റെ ആരംഭം അങ്ങനെയാണല്ലോ. ആദ്യകാലത്ത് ടി വി നമ്മൾ കണ്ടാൽ ചെറുത്ത് നോക്കിയിരുന്നു. ടി വിയുടെ ഒരു ബന്ധമുണ്ട്, ഇന്ന് നമുക്ക് ടി വിയുടെ യാതൊരു ബന്ധം. ഇതൊക്കെ അങ്ങനെയാണ്, ആരംഭമൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ ആരംഭത്തിലുണ്ടായിരുന്ന രീതി അതായിരുന്നു. അപ്പോൾ അതാണ് ഈ പീരങ്കി. രണ്ടാമത് ചോദിച്ചത് വാള്. ആ വാളിൻ്റെ പ്രത്യേകത, ഇതിനൊന്നും നമ്മുടെ കയ്യിൽ ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ഇല്ല. അത് ഈ പുരാവസ്തുക്കളിൽ കിട്ടില്ല. അതായത് കാലപ്പഴക്കം സാഹചര്യം കൊണ്ടും അതിൻ്റെ പ്രത്യേകത കൊണ്ടും പിന്നെ അതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരോട് പഴമക്കാരോട് ചോദിച്ചറിഞ്ഞ് കിട്ടുന്ന വിവരങ്ങളാണ്. ഈ ചരിത്രം ഉണ്ടാക്കുന്നതും ആദ്യകാലത്ത് ചരിത്രം ഉണ്ടാക്കുന്നത് വാമൊഴിയിൽ നിന്നും പിന്നെ ഐതിഹ്യങ്ങളിൽ നിന്നും ഒക്കെയാണ് അത് ഉണ്ടാക്കുന്നത്, റെക്കോർഡ് ചെയ്യാത്ത ചരിത്രം. അപ്പോൾ ഈ വാളിനെ കുറിച്ച് പറയുന്നത്, ആ വാൾ കണ്ടാൽ നമുക്കറിയാം. സാധാരണ വാള് നമുക്ക് ഒരു കൈ കൊണ്ട് പിടിക്കാവുന്ന ഒരു വാളുണ്ടാകുക. അത് സാധാരണ വാള് വലത് കൈയിലാണെങ്കിൽ വലത് കയ്യിൽ വാള് അടുത്ത കയ്യിൽ പരിചയം, ഇടം കയ്യിലാണെങ്കിൽ ഇടത് കയ്യിൽ വാള് വലത് കയ്യിൽ പരിചയം. അപ്പോൾ ഒരു കയ്യിൽ വാള് ഒരു കയ്യിൽ പരിചയം ഉണ്ടാകും എപ്പോഴും. അതാണ് വാൾ ഉപയോഗിക്കുന്നതിൻ്റെ രീതി. ഈ കളരിപ്പയറ്റ് അഭ്യാസികൾ കാണിക്കുമ്പോഴും യുദ്ധം ചെയ്യുമ്പോഴൊക്കെ ഈ വാള് പരിചയമായിരുന്നു അറിയത്തില്ല. മാമാങ്കം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മാമാങ്കത്തിനെ കുറിച്ച് അറിയോ? അതിൽ വളരെ പരിചയം. ഇപ്പോൾ ഒരാൾ അങ്ങോട്ട് ചെന്നിട്ട് ഇയാളുടെ കഴുത്ത് വെട്ടാനും പോകുന്നതാണ് രാജാവിൻ്റെ സൗകര്യ രാജാവിൻ്റെ. അപ്പോൾ അതിന് മുമ്പ് അവർ വെട്ടും. ഇയാൾ വലിയ അഭ്യാസിയായിരിക്കുന്ന പറഞ്ഞു. അപ്പോൾ വാളും പരിചയം അഭ്യാസിയുടെ കയ്യിലുണ്ടാവും. പരിചയമില്ലാതെ വാൾ ഉപയോഗിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാൾ ഒരു കൈ കൊണ്ട് എടുത്ത് പ്രയോഗിക്കാവുന്ന രീതിയിൽ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. വാളിൻ്റെ പ്രാധാന്യം അതിൻ്റെ വെയിറ്റ് അല്ല. ഇപ്പോൾ വെട്ടിച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വെട്ടിച്ചുകൊണ്ട് മരം വെട്ടണമെങ്കിൽ അതിൻ്റെ വെയിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വാളിന് അതല്ല. വാളിന് അതിൻ്റെ സ്പീഡും അത് പ്രയോഗിക്കുന്ന രീതിയാണ്. അപ്പോൾ വാളിന് വെയിറ്റ് വളരെ കുറവാണ്. സാധാരണഗതിയിൽ ഒരു വാളിന് 1 കിലോയ്ക്ക് താഴെ നോക്കുന്നുണ്ടാവുള്ളൂ സാധാരണ വാൾ. ഇത് വളരെ ഹെവിയാണ്. ഇത് സാധാരണ വാൾ പിടിക്കുന്ന പോലെ ഇല്ല പിടിക്കുക. 2 കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കാതെ. അതിൻ്റെ പിടുത്തം കണ്ടാൽ അറിയാം. വാളിൻ്റെ പിടുത്തമല്ല, നീണ്ട പിടുത്തം. എന്നിട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വെട്ടുക ചെയ്യുക. അത് ആലോചിച്ചോടാ, കൊടും കുറ്റവാളികളുടെ കഴുത്ത് വെട്ടാനാണ്. അപ്പോൾ ഇങ്ങോട്ട് തിരിച്ചടി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ആവുമ്പോൾ അപ്പുറത്ത് വിട്ടു വരില്ല. അതിനൊരു പരിചയം. ഇത് ഇയാൾക്ക് എതിർക്കാൻ പറ്റില്ല. കാരണം കൈയും കാലം ചങ്ങലിച്ചിട്ടുണ്ടാവും. അങ്ങനെ കഴുത്തിന് കിട്ടിയിട്ട് കഴുത്തിന് വിട്ടു. ഈ ഗൾഫ് രാജ്യങ്ങളിൽ കഴുത്ത് വരും. അപ്പോൾ എതിർപ്പിൻ്റെ പ്രശ്നം വരുന്നില്ല. അപ്പോൾ അതിന് ഉപയോഗിച്ചിരുന്ന വാളത് പറയുന്നത്. പിന്നെ അതിൻ്റെ പഴക്കം അതിൻ്റെ ഷേപ്പ് ഇതൊക്കെ ആയിട്ടാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ശക്തൻ തമ്പുരാൻ്റെ കാലത്ത് കൊടും കുറ്റവാളികളുടെ കഴുത്ത് വെട്ടാൻ എക്സിക്യൂഷൻ ഉപയോഗിച്ചിരുന്ന എക്സിക്യൂഷണൽ സ്വാഡാണ്.
സാധാരണ ഈ ആൻറ്റിക്സ് കളക്ട് ചെയ്യുന്നവർ, അതിപ്പോൾ സ്റ്റാമ്പ് കളക്ഷൻ ആയാലും കോയിൻ കളക്ഷനൊക്കെ ആയാലും, അവരുടെ കയ്യിലുള്ളത് കുറച്ച് നാൾ വിൽക്കും, അത് പോയി വാങ്ങും, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യും. ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ അതൊന്നും ചെയ്തിരുന്നില്ല. എൻ്റെ കയ്യിൽ ഒരേപോലത്തെ 2 10 കിട്ടിയാലും ഞാൻ അത് സൂക്ഷിക്കും. അപ്പോൾ അതുകൊണ്ട് പലതും എണ്ണം കൂടുതൽ കാണും. അങ്ങനെ അന്ന് കിട്ടിയ സാധനങ്ങൾ മുഴുവൻ ശേഖരിച്ചു വരികയാണ്. അപ്പോൾ എനിക്ക് അതിന് ആത്യന്തികമായിട്ട് ലക്ഷ്യം ഉണ്ടായിരുന്നു, സ്വന്തമായിട്ടൊരു മ്യൂസിയം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഉദ്ദേശം. അങ്ങനെ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ഞാൻ ആലോചിച്ചത് പറഞ്ഞിട്ട് 10 കൊല്ലം മുമ്പാണ്. അപ്പോൾ അതിന് നല്ലൊരു കെട്ടിടം വേണം, ഇത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ട അറേഞ്ച്മെൻറ്റ്സ് വേണം. അപ്പോൾ അതിനെക്കുറിച്ച് അന്ന് അന്വേഷിച്ചപ്പോൾ എന്നോട് അതിൻ്റെ ആ ഫീൽഡിൽ പരിചയമുള്ള എഞ്ചിനീയർമാർ പറഞ്ഞത് ഒരു 5 കോടി രൂപയെങ്കിലും ഞാൻ വേണം കെട്ടിടം. പിന്നെ ഈ സാധനങ്ങൾക്ക് ഒരു ഗാലറി വരെ ഉണ്ടാക്കിയിട്ട് അത് വെക്കുമ്പോൾ കാണാൻ വരുന്നവർക്ക് കാണാനോ വെള്ളം തൊടാൻ പറ്റാത്ത രീതിയിൽ ഗ്ലാസ് ഇടണം. അതിനൊക്കെ വരുമ്പോൾ ഈ കാശ് കാണേണ്ടി വരുന്നുള്ളൂ. ഈ എഞ്ചിനീയർമാർ പറയുന്ന സംഖ്യയുടെ ഇരട്ടെങ്കിലും നമ്മൾ കാണുന്ന അറിയില്ല, സാധാരണ നമ്മുടെ നാട്ടിലെ സാധാരണ അറിവാണ്. അപ്പോൾ ഒരു 10 കോടിയെങ്കിലും ഉണ്ടാവും എന്നുള്ള നിലയ്ക്ക് ഞാൻ ആ പൈസ ഉണ്ടാക്കാൻ ശ്രമം നടത്തി. ആ ശ്രമം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഗാന്ധിജിയായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകിച്ചുണ്ട്. അത് ഇംഗ്ലണ്ടിൽ ഓപ്ഷൻ വെച്ചു. അപ്പോൾ അവർ ഓപ്ഷന് ഈ സാധനങ്ങൾ അവർ സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചോദിച്ചു. അങ്ങനെ അവർക്ക് ഇതിൻ്റെ ജെനുവിനിറ്റി, അതുപോലെ ഇത് എൻ്റെ കയ്യിൽ വന്ന രീതിയൊക്കെ അവർക്ക് ബോധ്യം വന്നപ്പോൾ അവർ അനൗൺസ് ചെയ്തത്. അവർ പറഞ്ഞത് 100 കോടിക്ക് 200 കോടിക്ക് അടിക്കും പ്രതീക്ഷിക്കാനാണ്. അതിനവർ അടിസ്ഥാനമാക്കിയത് നമ്മൾ വിജയം വല്യ എന്ന് കേട്ടിട്ടില്ലേ? വിജയം വല്യ. ഈ വിജയം വല്യ ബാംഗ്ലൂരിലുള്ളപ്പോൾ ഗാന്ധിജി ഉപയോഗിച്ചിരുന്നെന്ന് വിശ്വസിക്കപ്പെടുന്ന 4 സാധനങ്ങൾ, ഗാന്ധിജി ഉപയോഗിച്ചിരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്ന 4 സാധനങ്ങൾ, അത് വാങ്ങിച്ച് 12 കോടി രൂപയ്ക്കാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എൻ്റെ കയ്യിൽ 13 ഐറ്റംസിൻ്റെ കാര്യം പറഞ്ഞത്. എൻ്റെ കയ്യിലുള്ളതൊക്കെ പ്രൂഫുള്ളതാണ്. 8 ഗാന്ധിജി സ്വന്തം കൈകൊണ്ട് എഴുതിയുള്ള കത്തുകളാണ്, പിന്നെ അതുപോലുള്ള സാധനങ്ങൾ. പക്ഷെ ഓപ്ഷൻ കഴിഞ്ഞപ്പോൾ അതൊരു ഭീമമായ പരാജയത്തിൽ കലാശിച്ചു. വിചാരിച്ചതിനേക്കാൾ വളരെ 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 കുറച്ച് സംഖ്യ കിട്ടും. നമുക്കത് സംഖ്യ കുറഞ്ഞാൽ പിന്നെ നമുക്കത് ഓപ്ഷൻ വേണ്ട, ഞാനത് പിൻവലിക്കണമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ആ ഓപ്ഷൻ ഹൗസിനെ ഓതറൈസ് ചെയ്തിട്ടാണ് അത് കൊടുക്കുന്നത്. പിന്നെ അതിൽ നമുക്ക് തർക്കിക്കാനുള്ള, അവർ തരുന്ന കാശ് പിടിക്കുന്നുള്ളൂ, അവർ കമ്മീഷനായിട്ട് ബാക്കി മേടിക്കുന്നുള്ളൂ. അങ്ങനെ ആ മുതൽ എൻ്റെ ഏറ്റവും അപൂർവ കളക്ഷൻ ആയിരുന്നത് അത് കയ്യിൽ നിന്ന് പോയി. ഇതത് കാശ് കിട്ടുകയും ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ മ്യൂസിയം എന്നുള്ള എൻ്റെ ലക്ഷ്യം നടക്കില്ല എന്ന് മനസ്സിലായി. പിന്നീട് ഇപ്പോൾ ഒരു 3-4 കൊല്ലമായിട്ട് എനിക്ക് രോഗങ്ങൾ ഇറങ്ങും. അതുവരെ എനിക്ക് രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഹാർട്ട് അറ്റാക്ക് വന്നു, അതിന് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു. പിന്നെ ഈ മുട്ടുംകാലിൻ്റെ പ്രശ്നം, മുട്ടുംകാലിന് ഈ സാധനമുള്ള ഈ 2 മുട്ടും മാറ്റി വയ്ക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അത് അതിൻ്റെ ഉള്ളിൽ തേമാനമാണല്ലേ. അപ്പോൾ ഓപ്പറേഷൻ എനിക്ക് താല്പര്യമില്ലെന്ന് മാത്രമല്ല എൻ്റെ ഹാർട്ടിൻ്റെ സർജൻ പറഞ്ഞത് ഓപ്പറേഷൻ ഇനി അഡ്വൈസബിൾ അല്ലാതാണ്, ഓർമ്മ കിടത്തിട്ട് വരും, അത് ഇനി അഡ്വൈസബിൾ. അപ്പോഴാണ് ഇതിൻ്റെ ഡോക്ടർമാർ പറഞ്ഞത് ഈ സാധനം നീ ക്യാപ്പിടുക നടക്കുമ്പോൾ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് പറഞ്ഞു. അങ്ങനെ വടി എനിക്ക് വന്നത്. അപ്പോൾ മ്യൂസിയത്തിൻ്റെ പരിപാടി നടക്കില്ല എന്ന് മനസ്സിലായി. എൻ്റെ ഭാര്യ മരിച്ചിട്ട് 20 കൊല്ലമായി. എനിക്കൊരു മകനൊരു മകനാണ്. മകൻ അമേരിക്കയിൽ 10-15 കൊല്ലമായി, മകൾ ബാംഗ്ലൂർ. അവർക്കും അവർ കല്യാണം കഴിച്ചുള്ളവർക്ക് അവിടെയാണ് ജോലി. മകനും ഭാര്യയും അമേരിക്കയിൽ, മകളും ഭർത്താവും ബാംഗ്ലൂർ. അവിടെ സെറ്റിൽഡാണ്. അവർക്ക് എൻ്റെ ഈ ഒരു കാര്യത്തിലും താല്പര്യമില്ല, ഒരവസ്ഥകളും താല്പര്യമില്ല, പ്രോത്സാഹനം താല്പര്യമില്ല. പിന്നെ എനിക്ക് കുറച്ച് മനുഷ്യാവകാശ പ്രവർത്തനമാണ്, അതിന് അവർക്ക് താല്പര്യമില്ല. അപ്പോൾ എൻ്റെ കാലം കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. അപ്പോൾ എൻ്റെ കാലത്ത് തന്നെ ഇത് വിൽക്കാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തി. അങ്ങനെ ഇത് ഒരുപാട് പേര് നോക്കുന്നുണ്ട്. അങ്ങനെ ഒന്നിച്ചു കൊടുക്കാൻ എനിക്ക് ഉദ്ദേശം. ഏതെങ്കിലും സാധനം, ചില സാധനം മാത്രമേ ചോദിച്ചാൽ ആൾക്കാർ വരുന്നുണ്ട്, അങ്ങനെ കൊടുക്കാൻ എനിക്ക് ഉദ്ദേശം, ഒന്നിച്ചു കൊടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആലോചന നടക്കുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്ത് വില കാണുന്നുണ്ട് മാഷ്? ഞാൻ ഇതിന് വില കാണുന്നത് ഭീമമായ സംഖ്യ വരും. കുറഞ്ഞത് 5000 കോടിക്കുള്ള സാധനങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ പറഞ്ഞാൽ ഇവിടെ കച്ചവടം നടക്കില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 300 കോടിയാണ്.
ആന്റണി മാഷിന്റെ വീട്ടിൽ നിന്നുള്ള ആന്റിക്കിന്റെ കളക്ഷൻസും ഈ ബോൺസായുടെ ബോൺസായുടെ കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു കമൻറ്റും കൂടി ഇടുക. നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.